നമ്മൾ നട്ടപ്പാതിരേക്ക് മംസാർ ബീച്ചിൽ വന്നിരിക്കും അല്ലേ? മംസാർ ബീച്ചായത് മംസാർ ബീച്ചിൽ ഇത് പാട്ട ബീച്ചായിരുന്നു. രണ്ടൊന്ന് പാറ്റനെ കണ്ടോണ്ട് ഏതങ്ങോട്ടും ഇതിന്റെ പേര് പാറ്റ ബീച്ചാക്കി മാറ്റി. വലിയ പാറ്റ നാട്ടിൽ ഓടുന്നു. അയ്യോ പാറ്റനെ അത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിത്ത കുഞ്ഞുമാരെ കടലിലോട്ട് മുക്കിയിടുന്നു. ചത്തുപോയ പാറ്റനെ പിടിച്ചോണ്ട് കടലിൽ മുക്കിയിടുന്ന എന്തിനാ? കൊറേ പേരുണ്ട് ഈ സമയത്തല്ലേ വന്നിരിക്കുന്ന ആൾക്കാര്. നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല കാലാവസ്ഥയല്ലേ വരാനൊക്കെ. ഇപ്പൊ കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പൊ നല്ല കാലാവസ്ഥ. പാറ്റയ്ക്ക് പറക്കാൻ പറ്റുമോ? അതുകൊണ്ട് പോകാന്നാ ചൂട്ടി നോക്കി കാലം വെച്ചു വെച്ചിരുന്നത്. ടെക്നിക്ക് പറഞ്ഞു കൊടുത്തേ. നമ്മള് പത്തച്ചി ഓഫീസ് വിട്ട് വന്നപ്പം ഭക്ഷണം കഴിച്ച് അന്നേരം ഇറങ്ങിയതല്ലേ. സ്കൂട്ടറും കൊണ്ടല്ലേ നിങ്ങൾ പോകുന്നേ? പിന്നെ പാറ്റ എങ്ങനെ കേറും? പാട്ടയ്ക്ക് അതോ റൈഡ് വേണം, അതുകൊണ്ട് പാട്ട പറന്ന് കയറിയാലോ? കൊറേ ഫ്ലൈറ്റുകൾ പോവാൻ നോക്കിയേ. എത്ര ഫ്ലൈറ്റ് എണ്ണാൻ പറ്റും ഇവിടെ നോക്കിയാല്? അല്ലേ? 2 3 4 5 എണ്ണത്തിനെ കാണാം ഇപ്പൊ ഇവിടെ നോക്കിയ ഫ്ലൈറ്റിനല്ലേ. ആ മുന്നിൽ അവിടെ നോക്കിക്കേ, ഒരു ലെവൽ നീണ്ട് 2 ലൈൻ സൈഡിലെ ലൈറ്റ്. എന്താ അവിടെ എന്തേലും ഉണ്ടോ? കുട്ടി ഉറങ്ങാൻ വേണ്ടി പോവാണ്. അയ്യോ പുറകിൽ നിന്ന് മുന്നിൽ നിന്നൊക്കെ സൈക്കിൾ വരുന്നുണ്ട് ഏതെങ്കിലും കുട്ടിയുടെ. ആണോ? ആ ശരിയാണ്, ബ്ലാക്ക് പൂച്ച ഉണ്ടല്ലോ. ഇതാണ് ബ്ലാക്ക് കാറ്റ്. കേട്ടിട്ടുണ്ടോ കുഞ്ഞിപ്പനെ? ബ്ലാക്ക് കാറ്റ് ബ്ലാക്ക് കാറ്റ് കണ്ടോ കുഞ്ഞിപ്പണ്? ചുട്ടി അങ്ങനെ ബ്ലാക്ക് കാറ്റ് അങ്ങനെ പോലും. എന്ത് ബിൽഡിംഗ് ആണോ അറിയില്ല. ഒറ്റപ്പെട്ടിരിക്കുന്ന പോലത്തെ ബിൽഡിംഗ്. ഇവിടെ കണ്ടോ 2 ലൈനിലായിട്ട് ലൈറ്റൊക്കെ ഉള്ളേ. ദുബായ് ഇത് പോർട്ടിന്റെ ഭാഗമാണ് തോന്നുന്നത്. കേറാൻ പറ്റില്ല സ്കൂട്ടറില്. മോളെ സ്കൂട്ടർ കയറാൻ പറ്റാത്തതിന്റെ സങ്കടം ആണോ? അതെ ചേട്ടായി വരുന്നുണ്ട് വിളിച്ചു കേട്ടു കേട്ടോ. അമ്മ പറയാവേ. ഏതോട്ടാ ഒന്ന് ഈസക്കുട്ടീനെ സ്കൂട്ടറൊക്കെ കയറ്റും മോനെ. നല്ല രസമുണ്ടല്ലേ ചേച്ചാ? നല്ല പണ്ട് നമ്മൾ പ്രാവശ്യം ഇവിടുന്ന് വന്ന് ഭക്ഷണം കഴിച്ചില്ലേ? പപ്പ മമ്മിയൊക്കെ ഉള്ളപ്പം കിട്ടിയ ഇവിടെ ഈത്തപ്പഴം പറിച്ചതൊക്കെ അല്ലേ? പച്ച ഈത്തപ്പഴം. പച്ചല കാരക്ക പോലത്തെ. തീർന്നു പോയല്ലേ വെള്ളം? അമ്മ
ഈ സമയത്ത് അങ്ങനെ അധികം ദാഹിക്കത്തില്ലെന്ന് ഓർത്തോണ്ടായിരുന്നു ഈ ഒരു കുപ്പി മാത്രം വെള്ളം എടുത്തത്. നോക്കുമ്പോ എന്റെ കുഞ്ഞമ്മക്കൊക്കെ എല്ലാവർക്കും ദാഹിച്ചല്ലേ. സ്റ്റില്ല് ദാഹിക്കുന്നു. അയ്യോ നമുക്കെന്നാ വേഗം വീട്ടിൽ പോകാം. വീട്ടിൽ പോകാൻ സ്റ്റില്ല് ദാഹിക്കുന്നു. നമുക്ക് പോവാ, വീട്ടിൽ പോവാ. സ്റ്റിൽ ദാഹിക്കുന്നു. അച്ഛാ ഈ ലൈറ്റ് നോക്കിക്കേ, ലൈറ്റ് ഈ മരം നോക്കി, പാരലായിട്ട് അങ്ങ് വരെ ഒരേപോലെ അല്ലേ. പോയാലോ അച്ഛാ? നാളെ എന്നാ പോയേക്കാം. പോയാലേ. പിള്ളേര് വണ്ടിയൊക്കെ എടുത്ത് വെച്ചു ഡിക്കിയില്. അവിടെ സ്കൂട്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു, അത് കാരണം പ്രത്യേകിച്ച് എടുക്കേണ്ടി വന്നില്ല വീട്ടിൽ പോയിട്ടല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മള് വീട്ടിലേക്ക് എടുത്തോണ്ട് പോയില്ലായിരുന്നു. നമ്മൾ പണ്ടേ വരുമ്പോ ഇവിടുന്ന് ഇതിന്റെ പുറകിൽ കടയുണ്ട്, അവിടെ നിന്ന് പോയി ചായ കുടിക്കുവായിരുന്നല്ലേ ചില്ലീസില്. കോക്രോച്ചിനെ കണ്ടതോടെ ഇവരുടെ സകല മൂടും പോയി.